ഹലോ മക്കളെ, അനുറ്റ മിസ് ആണ്. നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ വെക്കേഷൻ ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പല രീതിയിലായിരിക്കും നമ്മൾ വെക്കേഷൻ ആസ്വദിക്കുന്നത്. കുറച്ച് മക്കളാണെങ്കിൽ നിങ്ങളുടെ കസിൻസിന്റെ വീട്ടിൽ, നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയിട്ട് ധാരാളം കളികളിലൊക്കെ ഏർപ്പെട്ട് അടിപൊളിയായിട്ട് നമ്മുടെ വെക്കേഷൻ കളിക്കും. അതുപോലെ തന്നെ ചില കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് കാണും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ കഴിക്കും. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ വെക്കേഷൻ ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നൂടാ, നമ്മൾ ഈ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഈ കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട കുറേ സിനിമകളിൽ എന്തെങ്കിലും ഒരു കേസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കേസ് തെളിയിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ജീവിയുണ്ട്. എന്താണ്? നമ്മുടെ നായകളും. എങ്ങനെയാണ് ഈ നായകളെ ഈ പറയുന്ന കേസൊക്കെ തെളിയിക്കുന്നത്, അല്ലെങ്കിൽ നായയുടെ എന്ത് സവിശേഷതയാണ് ഈ കേസ് തെളിയിക്കാൻ സഹായിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ മക്കൾ പെട്ടെന്ന് പറയും, ആ നായക്ക് മണത്തറിയാൻ വളരെ നല്ലൊരു കഴിവുണ്ട്, ചിലപ്പോൾ അതായിരിക്കും ഈ പറയുന്ന കുറ്റാന്വേഷണ രംഗത്തൊക്കെ നായകളെ ഉപയോഗിക്കാൻ കാരണം എന്നൊക്കെ പറയും. ഇത്തരത്തില് ഘ്രാണശക്തിയിൽ കുറേ വമ്പന്മാരുണ്ട്. അവരെ പറ്റിയൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ഘ്രാണശക്തി എന്താന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടോ? ഈ മണത്ത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ ഘ്രാണശക്തി എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന അവയവം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം നമ്മുടെ മൂക്ക്. ഈ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നല്ല റെസ്റ്റോറന്റിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല മന്തിന്റെ ഒക്കെ സ്മെല്ല് നമ്മളെ എന്താണ് വളരെയധികം ആകർഷിക്കും. അപ്പൊ നമ്മൾ അച്ഛനോടും അമ്മനോടും പറയും, ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ നല്ലതായിരിക്കും, കാരണം ആ ഒരു സ്മെല്ല് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു ഫുഡിന്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. ശരിയല്ലേ? ഇതുപോലെ തന്നെ ഘ്രാണശക്തിയിലെ കുറെ വമ്പന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണിടാ നമ്മുടെ സ്രാവുകൾ എന്ന് പറയുന്നത്. ഈ കടലിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ചെറിയ ബ്ലഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ചോര വീണാല് അത് മണത്തറിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ ഈ സ്രാവുകൾക്ക് വളരെയധികം സാധിക്കും. അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു ജീവിവർഗമാണ് നായകള്. ഈ നായകള് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരിങ്ങനെ സൈഡില് അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന ആ വഴികളിലൊക്കെ മൂത്രം ഒഴിച്ചു വെക്കും. എന്തിനായിരിക്കും ഇങ്ങനെ മൂത്രം ഒഴിച്ചു വെക്കുന്നത്? കാരണം അവർക്ക് തിരിച്ചു വരാനുള്ള വഴി ഇങ്ങനെ മണത്തറിയുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ മൂത്രം ഒഴിച്ചു വെക്കുന്നത്. വേറെ ഒരു ജീവിയുണ്ട്, നമ്മുടെ പാമ്പുകൾ. ഈ പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തേക്ക് നീട്ടുന്ന മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തിനായിരിക്കും ഈ നാവ് പുറത്തോട്ട് നീട്ടുന്നത് എന്ന് അറിയാവോ നിങ്ങൾക്ക്? മണം പിടിക്കാനാണ് ഇത്തരത്തില് പാമ്പുകൾ നാവ് പുറത്തേക്ക് ഇടുന്നത്. ഇനി ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട് ഉണ്ട്. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നത്. ഒരാളുടെ പുറകെ ഒരാളെന്ന് പറഞ്ഞ് ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായിട്ട് പോകും. എങ്ങനെയായിരിക്കും ഉറുമ്പുകൾ ഈ ഒരു വരി അല്ലെങ്കിൽ ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നത് എന്ന് കൂട്ടുകാർക്ക് അറിയാവോ? ഈ ഉറുമ്പുകൾ ഒരു ചെറിയ രാസവസ്തു, ആ രാസവസ്തുവിന്റെ പേരാണ് ഫിറമോൺ എന്ന് പറയുന്നത്. ഈ ഫിറമോൺ എന്ന് പറയുന്ന രാസവസ്തു ഉറുമ്പുകളെ തന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കും. ആ രാസവസ്തുവിന്റെ മണം തിരിച്ചറിഞ്ഞിട്ടാണ് വൺ ബൈ ആയിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉറുമ്പുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ ഘ്രാണശക്തിയിലെ വമ്പന്മാരെ കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് മണത്തറിയുന്ന കുറേ സവിശേഷതകളെ പറ്റിയൊക്കെ നമ്മൾ എന്താണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലേ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. അപ്പൊ ഇതുപോലെ തന്നെ കുട്ടി കുട്ടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മിസ്സിന് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.